ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സെൻട്രൽ ബെയ്റൂട്ടിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. വൻതോതിലുള്ള ആക്രമണമാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയത്. നടത്തിക്കഴിഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇന്ന് ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേലിന്റെ അഭിമാനമായ ഗൊലാനി ബ്രിഗേഡ് തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ള. ഗൊലാനി ബ്രിഗേഡിന്റെ ആസ്ഥാനത്തേക്ക് ഹിസ്ബുള്ള മിസൈൽ വർഷം നടത്തി. ആക്രമണത്തിൽ ഒരു വനിതാ സൈനിക ഉദ്യോഗസ്ഥ കൊല്ലപ്പെട്ടു, 17 പേർക്ക് പരിക്കേറ്റു. ഇതോടുകൂടി ഹിസ്ബുള്ള വീണ്ടും യുദ്ധത്തിൽ മേൽക്കൈ നേടിയിരിക്കുകയാണ്. ഇതിനു മുമ്പും ഹിസ്ബുള്ള ഈ ഗൊലാനി ബ്രിഗേഡിനെ ആക്രമിച്ചു. അന്നും വലിയ നാശനഷ്ടം ഉണ്ടായി. അന്ന് നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നാണ് അന്നത്തെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഗൊലാനി ബ്രിഗേഡ് ഹിസ്ബുള്ള തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഗൊലാനി ബ്രിഗേഡിന്റെ ആസ്ഥാനം തന്നെ ഹിസ്ബുള്ള തകർത്തിരിക്കുന്നു. അയൺഡോമും താടും ഒക്കെ ഇസ്രായേലിനുണ്ട് ഇപ്പോൾ പ്രതിരോധ സംവിധാനമായി, വ്യോമ പ്രതിരോധ സംവിധാനമായി. ഇതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയത് മനുഷ്യക്കുരുതിയാണ്. മനുഷ്യക്കുരുതി തന്നെയാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള പോരാളികളെ വധിക്കാനെന്ന രീതിയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരിൽ ഏറെയും ഹിസ്ബുള്ള അനുയായികളല്ല, ഹിസ്ബുള്ള പോരാളികളല്ല, ലെബനനിലെ സാധാരണ ജനങ്ങളാണ്. ലെബനനിലെ സാധാരണ ജനങ്ങൾക്ക് മേൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നു ഇസ്രായേൽ. അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിടുന്നു. അതിന് ഹിസ്ബുള്ള അപ്പോൾ തന്നെ തിരിച്ചടി കൊടുക്കുന്നു. കൃത്യമായി വരമ്പത്ത് തന്നെ കൂലി കൊടുക്കും എന്ന് പറയുന്നത് പോലെ കൃത്യമായി കൂലി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഹിസ്ബുള്ള. ഗൊലാനി ബ്രിഗേഡ് തകർത്തത് തങ്ങൾ ഗൗരവകരമായി കാണുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. സാധാരണ ഇസ്രായേൽ തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കാറില്ല. പക്ഷേ ഗൊലാനി ബ്രിഗേഡിന്റെ ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇസ്രായേൽ. വടക്കൻ ഇസ്രായേലിലും ടെൽ അവീവിലും ഒക്കെ ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ 2 പ്രാവശ്യമാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ബെഞ്ചമിൻ നെതന്യാഹു ബംഗറിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ ബംഗറിലിരുന്ന് മന്ത്രിമാരുടെ യോഗം വിളിക്കേണ്ട ഗതികേടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു എത്തിച്ചേർന്നിരിക്കുന്നത്. അത്ര ഗതികേടാണ്. പേടിച്ച് കുറച്ച് ബംഗറിൽ കഴിയേണ്ട അവസ്ഥ. ഒരു ഇസ്രായേൽ ഭരണ തലവനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കാലങ്ങളായി ഇസ്രായേൽ പലസ്തീനുമായി ഏറ്റുമുട്ടുന്നു. അപ്പോഴൊന്നും ഭരണത്തലവന്മാർ ബംഗറിൽ ഒളിച്ചിരുന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നെതന്യാഹുവിന് ആ അവസ്ഥ, ആ ഗതികേട് ഉണ്ടായിരിക്കുന്നു. ആ ഗതികേട് ഇപ്പോൾ തലകുലുക്കി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇസ്രായേൽ ഭരണകൂടം. ബംഗറിലിരുന്ന് മന്ത്രിസഭാ യോഗങ്ങളും യുദ്ധ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു നേതാവിനെ ലോകത്തൊരിടത്തും കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ അതിശക്തമായ രാജ്യമാണ്. അതിശക്തമായ രാജ്യം മാത്രമല്ല, അവർക്ക് ആണവായുധം വരെയുണ്ട്. അവർ എന്തും യുദ്ധ വിജയത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രാജ്യമാണ്. എന്തായാലും ഗൊലാനി ബ്രിഗേഡിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള മിന്നൽ പിണറായി മാറി.